അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. അസ്ഹാബുൽ കഹ്ഫ് എന്നത് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പേരെടുത്തു പറഞ്ഞ ഒരു കൂട്ടം യുവാക്കളുടെ അത്ഭുതകരമായ ചരിത്രമാണ്. ഈ വീഡിയോയിലൂടെ ആ ചരിത്രത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ മാത്രം പങ്കുവയ്ക്കുകയാണ്. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സ്ഥലവും സമയവും കമന്റിൽ എഴുതൂ. നമ്മുടെ വ്യൂവേഴ്സ് എവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് കാണാമല്ലോ. അക്കാലത്ത് ആ പ്രദേശം ഭരിച്ചിരുന്നത് ദഖിയാനൂസ് എന്ന ക്രൂരനായ രാജാവായിരുന്നു. അവൻ തന്നെ ദൈവമായി പ്രഖ്യാപിക്കുകയും വിഗ്രഹാരാധന നിർബന്ധമാക്കുകയും ചെയ്തു. ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരെ ക്രൂരമായി പീഡിപ്പിക്കുകയും വധിക്കുകയും ചെയ്തിരുന്ന ഒരു കാലമായിരുന്നു അത്. ഈ കഥയിലെ നായകർ സാധാരണക്കാരല്ലായിരുന്നു. അവർ രാജകൊട്ടാരത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും രാജാവിന്റെ അടുത്ത വൃത്തങ്ങളിലുള്ളവരുമായിരുന്നു. ഖുർആൻ അവരെ വിശേഷിപ്പിക്കുന്നത് ഫിത്യത്തൻ അഥവാ യുവാക്കൾ എന്നാണ്. ആർഭാടപൂർണമായ ജീവിതം നയിച്ചിരുന്നെങ്കിലും അവരുടെ ഉള്ളിൽ സത്യവിശ്വാസത്തിന്റെ കനൽ എരിയുന്നുണ്ടായിരുന്നു. നഗരത്തിൽ വലിയൊരു ആഘോഷം നടക്കുമ്പോൾ എല്ലാവരും വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കാൻ നിർബന്ധിതരായി. എന്നാൽ ഈ യുവാക്കൾ അതിൽ നിന്ന് വിട്ടുനിന്നു. രാജാവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ടപ്പോൾ അവർ യാതൊരു ഭയവുമില്ലാതെ സത്യം വിളിച്ചു പറഞ്ഞു. ഖുർആൻ ആ രംഗം വിവരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ രക്ഷിതാവ് ആകാശഭൂമികളുടെ രക്ഷിതാവാകുന്നു. അവനു പുറമെ യാതൊരു ദൈവത്തോടും ഞങ്ങൾ പ്രാർത്ഥിക്കുകയേ ഇല്ല. എങ്കിൽ തീർച്ചയായും ഞങ്ങൾ അതിക്രമപരമായ വാക്ക് പറഞ്ഞവരാകും. അവരുടെ വിശ്വാസം കണ്ടപ്പോൾ അല്ലാഹു അവരുടെ ഹൃദയങ്ങൾക്ക് ഉറപ്പു നൽകി. രാജാവ് അവർക്ക് ആലോചിക്കാൻ കുറച്ചു സമയം നൽകി. ഒന്നുകിൽ മതം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ മരണം വരിക്കുക എന്നതായിരുന്നു അവർക്ക് മുന്നിലുള്ള വഴി. രാജാവ് നൽകിയ സമയം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ ആ യുവാക്കൾ ഒരു തീരുമാനമെടുത്തു. അവർ കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായി. ഗുഹയിലേക്കുള്ള യാത്ര നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും രാജാവിന്റെ സൈന്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ അവർ അടുത്തുള്ള മലനിരകളിലേക്ക് യാത്ര തിരിച്ചു. ഈ യാത്രയിൽ അവർക്ക് കൂട്ടിനായി ഒരു നായയുമുണ്ടായിരുന്നു. ചരിത്രഗ്രന്ഥങ്ങളിൽ ഈ നായയുടെ പേര് ഖിത്മീർ എന്നാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ മലമുകളിലെ ഒരു വിശാലമായ ഗുഹയിൽ എത്തിച്ചേർന്നു. ഗുഹയിൽ പ്രവേശിച്ചപ്പോൾ അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, നാഥാ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നൽകണമേ. അവരുടെ പ്രാർത്ഥനയ്ക്കുത്തരമായി അല്ലാഹു അവർക്ക് മേൽ അഗാധമായ ഒരു ഉറക്കം നൽകി. ഈ ഉറക്കത്തെക്കുറിച്ച് ഖുർആൻ ചില അത്ഭുതകരമായ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. ഗുഹയുടെ വാതിൽ അല്ലാഹു ക്രമീകരിച്ചത് എങ്ങനെയെന്നാൽ, സൂര്യൻ ഉദിക്കുമ്പോൾ അത് ഗുഹയുടെ വലതുഭാഗത്തുകൂടെയും അസ്തമിക്കുമ്പോൾ ഇടതുഭാഗത്തുകൂടെയും ചരിഞ്ഞുപോകും. നേരിട്ടുള്ള വെയിൽ അവരുടെ ശരീരത്തിൽ പതിച്ച് ശരീരം നശിക്കാതിരിക്കാനായിരുന്നു ഇത്. അവർ മരിച്ചവരാണെന്ന് തോന്നാതിരിക്കാനും മണ്ണ് ശരീരത്തെ ദ്രവിപ്പിക്കാതിരിക്കാനും അല്ലാഹു അവരെ ഇടത്തോട്ടും വലത്തോട്ടും തിരിച്ചുകൊണ്ടിരുന്നു. അവരുടെ നായ ഗുഹയുടെ ഉമ്മറപ്പടിയിൽ മുൻകാലുകൾ നീട്ടി കാവലിരിക്കുന്നത് പോലെ കിടന്നു. ആരെങ്കിലും അങ്ങോട്ട് നോക്കിയാൽ ഭയം തോന്നി ഓടിപ്പോകുമായിരുന്നു. അവർ ഗുഹയിൽ സുരക്ഷിതരാണെന്ന് അല്ലാഹു ഉറപ്പുവരുത്തി. അവർക്ക് ചുറ്റുമുള്ള ലോകം മാറിമറിഞ്ഞു. ദഖിയാനൂസ് രാജാവും അവന്റെ സൈന്യവും അവരെ തിരഞ്ഞു പരാജയപ്പെട്ട് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. വർഷങ്ങൾ ദശകങ്ങളായും ദശകങ്ങൾ നൂറ്റാണ്ടുകളായും കടന്നുപോയി. അല്ലാഹു അവർക്കായി നിശ്ചയിച്ച ആ അത്ഭുത നിദ്ര 309 വർഷം നീണ്ടുനിന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം അല്ലാഹു ആ യുവാക്കളെ ഉണർത്തി. പുറം ലോകം മാറിയതറിയാതെ ഒരു സാധാരണ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റതുപോലെയാണ് അവർക്ക് തോന്നിയത്. സമയത്തെക്കുറിച്ചുള്ള തർക്കം ഉണർന്ന ഉടനെ അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. നമ്മൾ എത്ര സമയം ഉറങ്ങിക്കാണും? ഒരാൾ പറഞ്ഞു, ഒരുപക്ഷെ ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ പകുതി. എന്നാൽ അവരുടെ നഖങ്ങളും മുടിയും വളർന്നത് കണ്ടപ്പോൾ അവർക്ക് അത്ഭുതം തോന്നി. ഒടുവിൽ അവർ പറഞ്ഞു, നമ്മൾ എത്ര കാലം ഇപ്രകാരം കഴിഞ്ഞു എന്നത് അല്ലാഹുവിനാണ് നന്നായി അറിയുന്നത്. ഭക്ഷണത്തിനായുള്ള അന്വേഷണം, കഠിനമായ വിശപ്പും ദാഹവും അനുഭവപ്പെട്ടപ്പോൾ അവർ തങ്ങളുടെ കൈവശമുള്ള വെള്ളിക്കനാണയവുമായി ഒരാളെ നഗരത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. പുറത്തു പോകുമ്പോൾ ശ്രദ്ധിക്കണമെന്നും രാജാവായ ദഖിയാനൂസിന്റെ ആളുകൾ പിടികൂടാൻ സാധ്യതയുണ്ടെന്നും അവർ പരസ്പരം താക്കീത് നൽകി.
ഏറ്റവും നല്ലതും ശുദ്ധവുമായ ഭക്ഷണം വാങ്ങിവരാനായിരുന്നു നിർദ്ദേശം. അത്ഭുതപ്പെടുന്ന നഗരം. ഭക്ഷണം വാങ്ങാൻ നഗരത്തിലെത്തിയ യുവാവ് അമ്പരന്നുപോയി. പരിചിതമായ കെട്ടിടങ്ങളോ മുഖങ്ങളോ അവിടെയില്ല. അദ്ദേഹം കടക്കാരന് തന്റെ കൈവശമുള്ള നാണയം നൽകി. അത് കണ്ട കടക്കാരൻ ഞെട്ടിപ്പോയി. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള രാജാവിന്റെ മുദ്രയുള്ള നാണയമായിരുന്നു അത്. ആ യുവാവ് ഏതെങ്കിലും നിധി കണ്ടെത്തിയതാണോ എന്ന് ജനം സംശയിച്ചു. അദ്ദേഹത്തെ അവർ അന്നത്തെ രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഭാഗ്യവശാൽ അപ്പോഴത്തെ രാജാവ് സത്യവിശ്വാസിയായ ഒരു മനുഷ്യനായിരുന്നു. താൻ വന്നത് 300 വർഷങ്ങൾക്ക് മുൻപുള്ള ലോകത്തു നിന്നാണെന്ന് ആ യുവാവ് തിരിച്ചറിഞ്ഞു. മരണത്തിനു ശേഷം മനുഷ്യർ വീണ്ടും ഉണർത്തപ്പെടുമോ എന്ന് സംശയിച്ചിരുന്ന ആ നാട്ടിലെ ജനങ്ങൾക്കു മുന്നിൽ അള്ളാഹുവിന്റെ ജീവിക്കുന്ന ദൃഷ്ടാന്തമായി അവർ മാറി. ആ യുവാവ് തിരികെ ഗുഹയിലെത്തി തന്റെ കൂട്ടുകാരോട് കാര്യങ്ങൾ വിവരിച്ചു. ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞുവെന്നും ഇപ്പോൾ തങ്ങൾ സുരക്ഷിതരാണെന്നും അവർ മനസ്സിലാക്കി. വൈകാതെ അവരുടെ ദൗത്യം പൂർത്തിയായതോടെ അള്ളാഹു അവരെ വീണ്ടും മരണത്തിലേക്ക് നയിച്ചു, അല്ലെങ്കിൽ ശാശ്വതമായ നിദ്രയിലേക്ക്. യുവാക്കൾ സത്യം വെളിപ്പെടുത്തിയതിനുശേഷം അള്ളാഹു അവരെ വീണ്ടും മരണത്തിലേക്ക് നയിച്ചു. ആ ജനത അവർക്ക് എന്ത് ബഹുമതി നൽകണം എന്നതിനെക്കുറിച്ച് തർക്കിച്ചു. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം വരുംതലമുറകൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി ആ ഗുഹയുടെ കവാടത്തിന് മുകളിൽ ഒരു പള്ളി പണിയാൻ അന്നത്തെ വിശ്വാസികൾ തീരുമാനിച്ചു. ഖുർആൻ ഇത് ഇപ്രകാരം പറയുന്നു. അവരുടെ കാര്യത്തിൽ വിജയം നേടിയവർ പറഞ്ഞു, നമുക്കവർക്ക് ചുറ്റും ഒരു പള്ളി നിർമ്മിക്കുക തന്നെ ചെയ്യാം. അവരുടെ എണ്ണം എത്രയായിരുന്നു? യുവാക്കളുടെ എണ്ണത്തെക്കുറിച്ച് പലരും തർക്കിക്കാറുണ്ട്. അവർ 3 പേരായിരുന്നു, 4-ാമൻ നായയായിരുന്നുവെന്നും 5 പേരായിരുന്നു, 6-ാമൻ നായയായിരുന്നുവെന്നും ചിലർ പറയുന്നു. എന്നാൽ അള്ളാഹു ഖുർആനിലൂടെ വ്യക്തമാക്കുന്നത് ഇത് അദൃശ്യമായ കാര്യങ്ങളിലുള്ള വെറും ഊഹാപോഹങ്ങൾ മാത്രമാണെന്നാണ്. കൃത്യമായ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയൂ. ഇതിൽ തർക്കിക്കുന്നതിനേക്കാൾ ആ ചരിത്രത്തിലെ പാഠങ്ങൾ ഉൾക്കൊള്ളാനാണ് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത്. 300 വർഷത്തിന് ശേഷം അവരെ ഉണർത്തിയതുവഴി ലോകാവസാന നാളിൽ മരിച്ചവരെയെല്ലാം അള്ളാഹു ജീവിപ്പിക്കും എന്ന വലിയ യാഥാർത്ഥ്യം മനുഷ്യർക്ക് ബോധ്യപ്പെട്ടു. എത്ര വലിയ പ്രതിസന്ധിഘട്ടത്തിലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ അവൻ അപ്രതീക്ഷിത വഴികളിലൂടെ നമ്മെ സഹായിക്കും. ലോകത്തിന്റെ നശ്വരത 300 വർഷങ്ങൾക്കു മുൻപ് ലോകം ഭരിച്ചിരുന്ന അഹങ്കാരിയായ രാജാവും സൈന്യവും നശിച്ചുപോയി. എന്നാൽ അള്ളാഹുവിൽ വിശ്വസിച്ച യുവാക്കൾ ഇന്നും ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്നു. നല്ലവരായ ആളുകളോടൊപ്പം നിന്നതിനാൽ ആ നായ പോലും ഖുർആനിൽ പരാമർശിക്കപ്പെടുകയും ചരിത്രത്തിന്റെ ഭാഗമാവുകയും ചെയ്തു. സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുന്നത് ദജ്ജാലിന്റെ ഫിത്നകളിൽ നിന്ന് സംരക്ഷണം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ യുവാക്കളെപ്പോലെ ഈമാൻ മുറുകെ പിടിക്കാൻ അള്ളാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിൽ അവരുടെ കൂടെ അള്ളാഹു നമ്മളെയും ചേർക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.